നമസ്കാരം. ഒരു കാലത്ത് ലോകത്ത് ഓയിൽ കയറ്റുമതിയിൽ മുൻനിരയിൽ നിന്ന രാജ്യമായിരുന്നു വെനസ്വല. ശരാശരി ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിലും ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ഉയർന്നത്. വിദ്യാഭ്യാസം, ഹൈവേ, നഗരങ്ങൾ, അങ്ങനെ എല്ലാം വളർച്ചയുടെ പാതയിൽ. സൗദി അറേബ്യ ഓഫ് ലാറ്റിൻ അമേരിക്ക എന്നായിരുന്നു അവരുടെ വിളിപ്പേര്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് നയങ്ങളിലേക്ക് മാറ്റിച്ചവിട്ടാൻ രാജ്യം തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യപടിയായി ധാരാളം പോപ്പുലിസ്റ്റ് നയങ്ങൾ കൊണ്ടുവന്നു. നാഷണലൈസേഷൻ കൊണ്ടുവന്നു. എണ്ണ കമ്പനികൾ സർക്കാർ നിയന്ത്രണത്തിലാക്കി. സ്റ്റേറ്റ് ഓയിൽ കമ്പനി സ്ഥാപിച്ചു. സാധനങ്ങൾക്ക് വില നിയന്ത്രണം ഏർപ്പെടുത്തി. സൗജന്യ ഭക്ഷണം, സൗജന്യ പെട്രോൾ, സൗജന്യ വൈദ്യുതി, വൻ സബ്സിഡികൾ, അങ്ങനെ വമ്പൻ സൗജന്യങ്ങൾ. പക്ഷേ കമ്മ്യൂണിസം എന്നത് ബുക്കിൽ എഴുതാനും വായിച്ച് നിർവൃതി അടയാനും മാത്രം കൊള്ളാവുന്ന ഒന്നാണെന്നും പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്ത ആശയമാണ് അതെന്നും അവർ മനസ്സിലാക്കാൻ വൈകി. സൗജന്യങ്ങൾക്കായി യാതൊരു തത്വദൃശ്യമില്ലാതെ, വരവിന് ആനുപാതികമല്ലാതെ തോന്നിയ പോലെ പണം വാരിക്കോഴി ചെലവഴിച്ചതോടെ സാമ്പത്തിക നില കൂപ്പുകുത്തി. വില നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ സ്വകാര്യ കമ്പനികളെല്ലാം നഷ്ടത്തിലായി. അതെല്ലാം അടച്ചുപൂട്ടി. ജനങ്ങൾക്ക് തൊഴിലില്ലാതായി. സർക്കാർ ചിലവുകൾ റോക്കറ്റ് പോലെ ഉയർന്നു. പണം തികയാതെ വന്നപ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്കിൻ്റെ ഐഡിയ സ്വീകരിച്ചു. പ്രസ്സുകളിൽ ധാരാളം നോട്ടുകൾ അടിച്ചിറക്കാൻ തുടങ്ങി. അതോടെ രാജ്യം കുട്ടിച്ചോറായി. ഒരു റൊട്ടി വാങ്ങണമെങ്കിൽ ഒരു ചാക്ക് നോട്ട് വേണം എന്ന അവസ്ഥയിലേക്ക് കറൻസിയുടെ മൂല്യം കൂപ്പുകുത്തി. ഇതോടെ ജനങ്ങളും പ്രതിപക്ഷവും പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങി. സൈന്യം പ്രതിഷേധക്കാരെ ഒരു ദയവുമില്ലാതെ നേരിട്ടു. ആയിരക്കണക്കിന് ആളുകൾ വെടിയേറ്റ് മരിച്ചു. പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു. പാർലമെൻറ്റിനെ പ്രവർത്തനരഹിതമാക്കി. പ്രസിഡന്റ് സ്വന്തം ആളുകളെ കുത്തി നിറച്ച അസംബ്ലി ഉണ്ടാക്കി. മയക്കുമരുന്നും മണി ലോണ്ടറിങ്ങുമെല്ലാം ഉൾപ്പെട്ട മാഫിയ തലവന്മാരെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നു. സംഗതി ഇത്രയുമെല്ലാം ആയതോടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇടപെട്ടു. അവർക്ക് മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അതോടെ എണ്ണ കയറ്റുമതിയും നിലച്ചു. പിന്നെ പണം കണ്ടെത്താനായി കൊളംബോയുമായി ചേർന്ന് മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് തിരിഞ്ഞു. അമേരിക്കയിലേക്ക് വലിയ രീതിയിൽ മയക്കുമരുന്ന് കയറ്റിവിടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ചൈന കുറുക്കൻ കണ്ണുമായി പതുക്കെ വെനസ്വലയുമായി അടുക്കാൻ തുടങ്ങിയത്. തങ്ങളുടെ അയൽപക്കത്തേക്ക് ചൈന കടന്നു കയറുന്നത് വെനസ്വലയോടുള്ള സ്നേഹം മൂലമല്ല എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിയുടെയൊന്നും ആവശ്യമില്ലല്ലോ. അതുവരെ ക്ഷമിച്ചു നിന്ന അമേരിക്ക അതോടെ വൻ കലിപ്പിലായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ വെനസ്വലയിൽ കടന്നു കയറി അവിടുത്തെ ഭരണം ഇല്ലാതാക്കിയത്. കേരളത്തിൽ കടന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഉച്ചത്തിൽ കരയുന്നുണ്ടെങ്കിലും വെനസ്വലയിലെ ജനങ്ങൾ ഫുൾ ഹാപ്പിയാണ്. അവർ സന്തോഷസൂചകമായി വൻതോതിൽ തെരുവിലിറങ്ങി ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതും സത്യവും രണ്ടും രണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?